ഹായ് വെൽക്കം ബാക്ക്. നമ്മളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലെയർ പുഡിംഗ് ആണ്, കസ്റ്റാർഡ് വിത്ത് സ്ട്രോബെറി പുഡിംഗ്. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് മധുരം അതുപോലെ തന്നെ പുളിയും കൂടിയും രണ്ടും മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം സ്ട്രോബെറി ഒന്ന് ജ്യൂസാക്കി എടുക്കണം. ഒരു 12 സ്ട്രോബെറി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ട് ചെയ്ത് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇത് ജ്യൂസാക്കി മാറ്റി വെക്കുക. അപ്പോഴേക്കും നമുക്കിനി കസ്റ്റാർഡ് പുഡിങ്ങിലേക്കുള്ള റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പാല് ചൂടായി വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ, കട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ. നമുക്ക് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. ഇനി ഇത് കുറച്ച് ചൂടുള്ള പാലിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ചൂടുള്ള പാലിലാവുമ്പോൾ അങ്ങനെ കട്ട കുത്തില്ല. നന്നായിട്ട് കട്ടൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഇനി പാലിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പാലിങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. 5 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ മതി. പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പുഡിംഗ് കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ടായി പോവും. ഇത് ഒഴിച്ച ശേഷം എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ പിടിക്കുകയും കട്ടാവുകയൊക്കെ ചെയ്തു പോവും. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. 250 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഒഴിക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നു കേട്ടോ. ആ സമയം ആകുമ്പോഴാണ് നിർത്തുക. ഇനി ഇതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചൊന്ന് കട്ടിയാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുറവാന്ന് തോന്നി. അപ്പോൾ ഒരു 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ കുറച്ചിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം. അപ്പോൾ പുഡിംഗ് ട്രേയിലേക്ക് ഞാനിത് മാറ്റി വെക്കുകയാണ്. ചൂടാറി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. പുറത്ത് തന്നെയാണ് വെക്കുന്നത്.
അപ്പോൾ അത് ചൂടാകുമ്പോൾ നമുക്ക് സ്ട്രോബെറി ലെയറിനുള്ള വേണ്ടിയുള്ളത് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ച സ്ട്രോബെറി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിലേക്കും 5 ഗ്രാം ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നേരത്തെ നമ്മൾ സെറ്റാക്കാൻ വെച്ച കസ്റ്റാർഡ് പുഡിംഗ് ആണ്. അത് ചൂടാറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രോബെറി കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയ ശേഷമാണ് ഒഴിക്കേണ്ടത്. അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് സെറ്റാവാനായിട്ട് വെക്കുക. കുറച്ച് സമയം വെക്കണം. ചൂടാറി സെറ്റായ ശേഷം നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. താഴെ വെക്കുക. കുറച്ച് സമയം സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതപ്പോൾ നമ്മളെ ലെയർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. 2 ലെയറായിട്ട് ഉള്ള പുഡിംഗാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നല്ല സ്വീറ്റ് പ്ലസ് സോർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.